ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? തനിമ മലയാളം സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുഞ്ഞു പെങ്കുവിൻ്റെ കഥയാണ് കേട്ടോ. നമുക്ക് കഥ കാണാം. പോഗോ എന്ന കുഞ്ഞു പെങ്കുവിൻ അവൻ്റെ അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. അവൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന 2 നിറങ്ങളാണ് വെള്ളയും കറുപ്പും. എപ്പോഴും മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്ന ഭൂമിയല്ലാതെ മറ്റൊന്നും അവൻ കണ്ടിട്ടേയില്ല. പറന്നു വരുന്ന പക്ഷികളിൽ നിന്ന് അവൻ കേട്ടറിഞ്ഞ നിറങ്ങളുടെ ഒരു ലോകമുണ്ട്. അതാണ് റെയിൻബോ ദ്വീപ്. അവനത് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. ഒരിക്കൽ അവൻ അവൻ്റെ അമ്മയോട് ഈ ആഗ്രഹം പറഞ്ഞു. അമ്മ പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തോളൂ, പക്ഷേ ഒന്നോർക്കണം, അതത്ര എളുപ്പമല്ല. ഇന്നുവരെ ആരും അവിടേക്ക് പോയിട്ടില്ല. വഴി ദുഷ്കരമാണ്. ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടാവും. തളരാതെ മുന്നോട്ടു പോകണം. പോഗോ അപ്പോൾ തന്നെ യാത്രയായി. പോഗോ തിളങ്ങുന്ന ഐസിൽ നിന്ന് തെന്നി താഴേക്ക് യാത്ര തുടർന്നു. അവൻ പർവ്വതങ്ങൾ കയറി ഐസ് കടൽ നീന്തിക്കടന്ന് പട്ടിണിയും തണുപ്പും അതിജീവിച്ചു. ഭയങ്കരമായ കാറ്റ് അവനെ തളർത്തി. പക്ഷേ അവൻ്റെ മനസ്സിന് ഒരിക്കലും തളർച്ച തോന്നിയിട്ടില്ല. അവൻ്റെ സ്വപ്നം നിറങ്ങളുടെ ലോകം കാണുക എന്നത് മാത്രമായിരുന്നു. പിന്നെയും അവൻ മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. നല്ല മഞ്ഞുവീഴ്ചയും ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ കണ്ടു, അതാ റെയിൻബോ ദ്വീപ്. അവൻ അത്ഭുതപ്പെട്ട് അങ്ങനെ നോക്കി നിന്നു. ചുറ്റും നിറങ്ങൾ. ഇന്നുവരെ താൻ നിറങ്ങളെപ്പറ്റി കേട്ടിട്ടേയുള്ളൂ. ഇന്ന് നേരിട്ടു കാണുകയാണ്. ആകാശത്ത് പല നിറങ്ങൾ ചേർന്ന മഴവില്ല്. എന്തു ഭംഗി! തടാകത്തിൽ അതിൻ്റെ പ്രതിബിംബം കാണാം. ചുറ്റും പൂക്കളും ചെടികളും. അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. സ്വപ്നമാണോ ഇതെന്ന് അവന് തോന്നിപ്പോയി. കുറച്ച് മുൻപോട്ട് നടന്നപ്പോൾ ഒരു പുൽമേട്ടിലെത്തി. പല നിറത്തിലുള്ള പൂക്കൾ. പൂക്കളുടെ ചുറ്റും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങൾ. വെള്ളച്ചാട്ടം. മരങ്ങളുടെ ഇലകൾ പോലും പല നിറങ്ങൾ. അപ്പോഴാണ് കുറച്ച് ജീവികളെ അവൻ ശ്രദ്ധിച്ചത്. നിറം മാറുന്ന ഓന്ത്, പ്രത്യേകതരം തവള, അങ്ങനെ പല നിറത്തിലുള്ള ജീവികൾ. അവൻ്റെ നാട്ടിൽ അവൻ കണ്ടിരിക്കുന്നത് പെൻഗ്വിനുകളെ മാത്രമാണ്. നേരം സന്ധ്യയായപ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം. അത് കാണാൻ എന്തൊരു ഭംഗിയാണ്! അവൻ ഇതെല്ലാം ആസ്വദിച്ച് അങ്ങനെ നിന്നു. പിന്നെ പതിയെ തിരികെ നടന്നു. കുറേ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അവൻ തിരിച്ച് നാട്ടിലെത്തി. എല്ലാവരും അവൻ്റെ ചുറ്റും ഓടിക്കൂടി. ആരും ഇന്നുവരെ ചെയ്യാത്ത ഒരു കാര്യമാണ് പോഗോ ചെയ്തത്. എല്ലാവരും അവനെ അഭിനന്ദിച്ചു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായങ്ങൾ പറയണേ. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.